എല്ലാവർക്കും ആൽഡനിക് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഇപ്പം 7ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. നമ്മളിപ്പം വന്ന് നിൽക്കുന്നത് ബാംഗ്ലൂർ ചർച്ച് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. ബാംഗ്ലൂർ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ ചർച്ച് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഇവിടെ നമുക്ക് OnePlusന്റെ വലിയ ഷോറൂമൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവിടേക്ക് കാറിന് വരുന്നവർക്ക് കാർ പാർക്കിംഗ് ഉണ്ട്, പക്ഷേ ഭയങ്കര കത്തിയാണ് കേട്ടോ. ഏകദേശം 100 രൂപയാണ് നമ്മൾ കാർ പാർക്ക് ചെയ്യാനായിട്ട് ചാർജ് തന്നത്. ആ 100 രൂപ നമുക്ക് ഒരു മണിക്കൂറത്തേക്ക് മാത്രമാണ്. പിന്നെ 4 മണിക്കൂർ സ്ലോട്ടാണുള്ളത്, അതിന് 300 രൂപയും വരും. ചർച്ച് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ നൈറ്റ് ലൈഫ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഫുള്ള് ഷോപ്പൊക്കെ ആയിട്ട് ഇവിടെ ലൈറ്റൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് നമ്മൾ കോഴിക്കോട്ടുകാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടായി തെരുവുണ്ടല്ലോ, നമ്മുടെ കാലിക്കറ്റുള്ള SM സ്ട്രീറ്റിൻ്റെ ഒക്കെ ആ ഒരു വൈബ് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നമുക്ക് കറക്റ്റ് SM സ്ട്രീറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, അതിനേക്കാളും കുറച്ചും കൂടി ഒരു സെറ്റപ്പ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ വരുന്നത്. SM സ്ട്രീറ്റിൽ നമുക്ക് സാധാ കടകളാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല സെറ്റപ്പ് ആയിട്ടുള്ള കടകളാണ് കേട്ടോ വരുന്നത്. ഞങ്ങളിപ്പോഴേ ചർച്ച് സ്ട്രീറ്റിൻ്റെ ഈ തല മുതൽ, അതായത് ആ തല മുതൽ ഇതാണ്ട് ആ തല വരെ നടന്നു. ഇനി ജസ്റ്റ് OnePlusന്റെ ഒരു ഷോറൂം അവിടെ കണ്ടു, അവിടെ ഒന്ന് കയറി നോക്കാട്ടോ. നമ്മളെ ഇപ്പം OnePlusന്റെ വലിയൊരു ഷോറൂമിലാണ് കേട്ടോ നിൽക്കുന്നത്. OnePlusന്റെ ഉള്ളിൽ ഞങ്ങൾ കയറിയിട്ടോ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് സാംസങ് ബ്രാൻഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ OnePlusന്റെ ഷോറൂമും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാർബക്സ് ഒക്കെ നിൽക്കുന്നത് ഈ തലയിലാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഷോറൂമുകൾ കാണാൻ പറ്റും. ഇത് ശരിക്കും നമുക്ക് ഈ ഒരു ഷോപ്പൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും ഈ ഒരു നൈറ്റ് ലൈഫ് ഇവിടെ ശരിക്കും ആക്റ്റീവ് ആവുന്നത് നൈറ്റാണ്. ഇവിടെയൊക്കെ നമുക്ക് ഷോറൂംസ് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോറൂംസ് ആണ് കേട്ടോ വരുന്നത്. ഇവിടെ നമുക്ക് വിഗ്രഹങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പൊക്കെ കാണാൻ പറ്റും. പിന്നെ ഫുള്ള് ഞാൻ പറഞ്ഞ പോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോറൂംസാണ് വരുന്നത്, ലോക്കൽ സെറ്റപ്പ് ഒന്നുമില്ല. നൈറ്റിലാണ് ശരിക്കും ഇവിടെ ആക്റ്റീവ് ആവുക. ഇവിടെയൊക്കെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ആക്റ്റീവാണ് കേട്ടോ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട്. വലിയ വലിയ ഷോറൂം മാത്രമല്ല, ഇവിടെ സാധാ കച്ചവടങ്ങളും നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ കടകളും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ചെറിയ ഫുഡ് സ്ട്രീറ്റ് പോലത്തെ ഫുഡുകൾ മാത്രമല്ല, ഇവിടെ KFCൻ്റെ ഷോറൂമൊക്കെ വരുന്നത്. നിങ്ങളൊരു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വരിക. അതുപോലെ തന്നെ നൈറ്റിൽ ഒരു 8 മണിക്കാകുമ്പോൾ വന്നാൽ മതി. എന്നിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ തന്നെ നമുക്ക് ഒരു എൻജോയ്മെൻറ്റ് കിട്ടും. കാരണം ഇവിടെ വരുന്ന എല്ലാ ഷോറൂമുകളും അടുപ്പിച്ചാട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. കാരണം പല കളറിലാണ് പല ഷോറൂമുകളിലെ ലൈറ്റ് കിടക്കുന്നത്. നമ്മുടെ വാൻ ഹ്യൂസിൻ്റെ ഷോറൂമൊക്കെ ഇതാ കാണാം. ഈ ഒരു ഏരിയ മാത്രമല്ല, ഇങ്ങോട്ടൊരു റോഡുണ്ട്, ഈ വഴിക്ക് പോയി കഴിഞ്ഞാലും ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലിങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഏരിയയിലേക്ക് എത്താൻ പറ്റും. ഇവിടെയൊക്കെ വരുന്നത് ഗാഡ്ജറ്റ്സ് ഐറ്റംസ് ആണ്, മൊബൈൽ ഷോപ്പ്, അതുപോലെ തന്നെ സ്റ്റേഷനറി, അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു ഏരിയയിലേക്ക് കയറി കഴിഞ്ഞാൽ. എന്തായാലും ഞങ്ങൾ തിരിച്ച് നടക്കാം കേട്ടോ. കാരണം അടുത്തേക്ക് നമുക്ക് ജസ്റ്റ് 1 ഹവറാണ് ഇവിടെ കിട്ടിയത്. 1 ഹവറല്ല, അതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റും, പക്ഷേ പാർക്കിംഗ് ചാർജ് വളരെ കൂടുതലാണ് കേട്ടോ. ശരിക്കും ഇവിടെ ചർച്ച് സ്ട്രീറ്റിൽ തന്നെ പാർക്കിംഗ് വരുന്നുണ്ട്, പക്ഷെ ആ പാർക്കിങ്ങിൽ വെക്കാൻ നമുക്ക് ചിലപ്പോൾ സ്ഥലം കിട്ടില്ല. ചിലപ്പോൾ നല്ല ഒരു 90% സ്ഥലം കിട്ടൂല, നമ്മൾ പുറത്തന്നെ വെക്കണം. അപ്പോൾ അവിടെ പേ പാർക്കിംഗ് വരുന്നുണ്ട്. ആ പേ പാർക്കിംഗ് ആണ് ഞാൻ പറഞ്ഞത്, നല്ല റേറ്റ് വരുന്നത്. എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്കൊരു 1 മണിക്കൂർ കിട്ടുന്നുണ്ട് ആ പേ പാർക്കിങ്ങിൽ. 100 രൂപയാണ് വരിക. അപ്പോൾ ആ 1 മണിക്കൂർ നടന്ന് കാണാനുള്ള സംഭവങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ. നടന്ന് കാണാനുള്ളതല്ല, നമുക്ക് ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കാം. അത്യാവശ്യം നടന്ന് കാണാനുള്ളൊരു സെറ്റപ്പ്, അതായത് ആ 1 മണിക്കൂർ കൊണ്ട് തീർക്കാനുള്ള സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇത് നിങ്ങൾ കണ്ടുവല്ലോ, വേറെ ഒന്നുമില്ല. നമുക്ക് ആ ഒരു റോഡിൻ്റെ ഒരു തല മുതൽ അപ്പുറത്തെ തല വരെ ജസ്റ്റ് ഒന്ന് കാണാം, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നടക്കാം. പിന്നെ ഇവിടെ മുകളിൽ ലൈറ്റൊക്കെ തൂക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഷോപ്പുകളൊക്കെ അടുപ്പിച്ചാണ് എല്ലാ ഷോറൂമുകളും ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഷോറൂമിൻ്റെയൊക്കെ ലൈറ്റ് വരുന്നതുകൊണ്ട് നല്ലൊരു ഭംഗിയാണ് രാത്രി ഈ ഒരു ഏരിയ കൂടെ നടക്കാൻ. സ്റ്റാർബക്സിൻ്റെ 2 ഷോറൂമൊക്കെ വരുന്നുണ്ട് കേട്ടോ. 2 തലയിലും 2 ഷോറൂമൊക്കെ വരുന്നുണ്ട്. നൈക്കിൻ്റെ ഷോറൂം കാണാം. എന്തായാലും നമുക്ക് ഇവിടുന്ന് തിരിച്ചിറങ്ങാം. ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കാനുള്ളൂ. ഈ ഞാൻ പറഞ്ഞല്ലോ, ഒരു റോഡിൽ നിന്ന് തുടങ്ങി, ഒരു റോഡിൻ്റെ ഒരു തലയിൽ നിന്ന് തുടങ്ങി ഒരു 100 മീറ്ററൊക്കെ ഉണ്ടാവും. അപ്പുറത്തെ തലയിൽ അവസാനിക്കുന്ന ഒരു കുറേ ഷോറൂമുകളുള്ള ഒരു ഏരിയ, അത്രയേ ഉള്ളൂ. പക്ഷേ നൈറ്റ് ലൈഫ് നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഷോറൂമൊക്കെ അടുപ്പിച്ച് വരുന്നതുകൊണ്ട് ഇവിടെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, എപ്പോഴും ആളുകൾ ഉണ്ടായിരിക്കും നൈറ്റിൽ. ഇവിടെ വുഡ്ലാൻഡിൻ്റെ ഒക്കെ ഷോറൂം ഉണ്ട് കേട്ടോ. വുഡ്ലാൻഡിന് നോർമൽ ഷൂസും ഉണ്ട്, സ്പോർട്സ് ഷൂ ഉണ്ട്, അതേപോലെ വുഡ്ലാൻഡിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ആ ടൈപ്പ് ഷൂസും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചർച്ച് സ്ട്രീറ്റിനോട് വിട പറയുകയാണ്. ഇതാ ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തത് കേട്ടോ. ഇവിടെ പാർക്കിങ്ങിനായിട്ടൊരു സെക്ഷനാണ്. അങ്ങനെ ചർച്ച് സ്ട്രീറ്റിനോട് നമ്മൾ വിട പറഞ്ഞു കേട്ടോ. ആ ചർച്ച് സ്ട്രീറ്റ് വിട്ടിട്ട് ഇങ്ങോട്ടൊക്കെ ക്രൗഡ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര ക്രൗഡാണ്, ഭയങ്കര തിരക്കാണ്, ട്രാഫിക്കും നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുമല്ല, ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ പബ്ബും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഷ്ടം പോലെ പബ്ബും ഉണ്ട് കേട്ടോ. നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബാംഗ്ലൂരിലെ പബ് സ്ട്രീറ്റ്. ബാംഗ്ലൂരിലെ നാഗർബാവ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് കേട്ടോ ഈ കംപ്ലീറ്റ് പബ്ബും കിടക്കുന്നത്. നമ്മളെന്തായാലും പബ്ബിൽ കയറുന്നില്ല. ഏകദേശം 500 രൂപ മുതൽ 1000 രൂപയ്ക്കൊക്കെ നമുക്ക് ഇവിടെ പബ്ബിൽ കയറാൻ പറ്റും. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് ചർച്ച് സ്ട്രീറ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും വരാം കേട്ടോ. വേണമെങ്കിലല്ല, നിങ്ങൾ എന്തായാലും ഇവിടെ വരിക. പബ്ബും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്പോട്ടാണ്.
പിന്നെ ഫുഡ് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. അങ്ങനെ പബ്ബൊക്കെ കണ്ട് നടന്ന് വിശന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. കുഴപ്പമില്ല, നല്ല ബിരിയാണിയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ പബ്ബിലൊന്നും കയറിയിട്ടില്ല, ജസ്റ്റ് പുറത്ത് വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നൈറ്റ് ലൈഫുകൾ കേട്ടോ. ഇത് മാത്രമല്ല, ഒരുപാട് ഉണ്ടായിരിക്കും. എന്തായാലും 2 സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. നമ്മുടെ ബാംഗ്ലൂർ തന്നെയുള്ള നന്ദി ഹിൽസ് ആണ് നമ്മുടെ അടുത്ത എപ്പിസോഡ്. അപ്പോൾ നന്ദി ഹിൽസ് നമ്മൾ ബാംഗ്ലൂർ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു സ്പോട്ടാണ് കേട്ടോ. അടിപൊളി സ്പോട്ടാണ്. ഇനി അങ്ങോട്ടാണ് നമ്മുടെ അടുത്ത യാത്ര. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് അടുത്തത് അതായിരിക്കും. എല്ലാവരും ആ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതായിരിക്കും ബൈ.